സംസ്ഥാനത്ത് ചെറുകിട ലോട്ടറി കച്ചവടക്കാരെ പ്രതിസന്ധിയിലാക്കി ഓൺലൈൻ ലോട്ടറി വിൽപ്പന സജീവമായി. ടിക്കറ്റുകളുടെ സ്കാൻ ചെയ്ത ചിത്രങ്ങളും നമ്പറുകളും സോഷ്യൽ മീഡിയയിലൂടെ പ്രദർശിപ്പിച്ചാണ് വിൽപ്പന നടക്കുന്നത്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. ഇത് ജനങ്ങളെ ശരിക്കും ചൂഷണം ചെയ്യുന്ന ഒരു സംഭവമായി ഓൺലൈൻ വ്യാപാരം മാറി. അവരുടെ കയ്യിൽ ചിലപ്പോൾ ലോട്ടറി ഈ പറയുന്നത്ര ലോട്ടറിയൊന്നും കാണത്തില്ല. അവർ ശരിക്കും ജനങ്ങളെ പടം കാണിച്ച് ഓൺലൈനിലൂടെ വ്യാപാരം നടത്തി, പിന്നെ അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴിയും ഒക്കെ വാട്സാപ്പ് വഴിയൊക്കെ പൈസ കൈപ്പറ്റുന്ന ഒരു രീതിയാണ് ഈ കേരളത്തിൽ ഓൺലൈൻ വ്യാപാരത്തിലൂടെ ലോട്ടറി മേഖലയിൽ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചൂഷിതർ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. അവർക്ക് ശരിക്കും ഒരു കൂച്ചുവിലങ്ങിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. രമണൻ പടന്നയിലാണ് സംസാരിച്ചത്. അതിനിടെ പരാതികൾ വിശദമായി പരിശോധിക്കുകയാണെന്നാണ് സംസ്ഥാന ലോട്ടറി വകുപ്പിന്റെ വിശദീകരണം. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്നും തത്സമയം ചേരുന്നു. രാഹുൽ വിജയൻ, ഗുഡ് ഈവനിങ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? ഗുഡ് ഈവനിങ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പേപ്പർ ലോട്ടറികൾ നേരിട്ട് മാത്രമേ വിൽക്കാനും വാങ്ങാനും കഴിയുകയുള്ളൂ എന്നൊരു ചട്ടം നിലനിൽക്കുന്നുണ്ട് കേരളത്തിൽ. അത് മറികടന്നുകൊണ്ടാണ് ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരം തകൃതിയായി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനൊരു അംഗീകൃത ഏജന്റുമാരല്ല ഇത്തരത്തിൽ ഈ ചട്ടവിരുദ്ധമായിട്ടുള്ള ലോട്ടറി വിൽപ്പന നടത്തുന്നത് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ ജനങ്ങളെ കബളിപ്പിക്കുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇതിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിൽ ലോട്ടറികളുടെ സ്കാൻ ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിച്ച ശേഷം ആളുകളെ കൊണ്ടത് വാങ്ങിക്കുകയാണ്. സാധാരണ ഒരു സെറ്റ് ലോട്ടറിയിൽ 12 ലോട്ടറികളാണ് ഒരു സെറ്റിൽ ഉണ്ടാവുക. ആ 12 ലോട്ടറികൾ ഒരേ നമ്പറിലുള്ളതായിരിക്കും. അതായത് സീരിയൽ മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. ബാക്കി നമ്പറുകളെല്ലാം കൃത്യമായിരിക്കും. ഇങ്ങനെ 12 ലോട്ടറികളിൽ കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ സെറ്റ് ലോട്ടറികൾ എടുത്ത് അതിന് സമ്മാനം നേടുകയാണെങ്കിൽ വലിയൊരു തുക കൈക്കലാക്കാം എന്നൊരു പ്രത്യേകത, അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ ഓൺലൈൻ വ്യാപാര ലോട്ടറി തകൃതിയായി നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ജനങ്ങൾ വഞ്ചിതരാകുകയാണ്. സ്വാഭാവികമായിട്ടും ലോട്ടറി ഇരട്ടിപ്പ് അല്ലെങ്കിൽ ലോട്ടറി ഇരട്ടിച്ച് കാണിച്ചുകൊണ്ട് ഒരു ലോട്ടറിയെ ചിലപ്പോൾ കാണുകയുള്ളൂ, അത് ചിലപ്പോൾ 10 എണ്ണവും 50 എണ്ണവും 100 എണ്ണവും ഒക്കെ ഉണ്ട്, അതിൻ്റെ സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിൽപ്പന നടത്തുന്നത്. പ്രൈസ് അടിച്ചു കഴിഞ്ഞാൽ ഈ ലോട്ടറി വിൽക്കുന്ന ആളുകളെ പിന്നെ കാണാനേ കിട്ടില്ല. അവർ ഏതെങ്കിലും വഴിക്കൊക്കെ പിന്നീട് മുങ്ങുകയാണ് പതിവ്. പല തരത്തിലുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലോട്ടറി ഏജന്റുമാരും അതുപോലെ തന്നെ വ്യാപാരികളും ചെറുകിട വ്യാപാരികളും ലോട്ടറി വകുപ്പിന് നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ലോട്ടറി വകുപ്പിന്റെ വിശദീകരണം. സാധാരണക്കാരായ ഒരുപാട് ലോട്ടറി വിൽപ്പനക്കാർ ഈ വിൽപ്പനയെ ആശ്രയിച്ച്, ലോട്ടറി കച്ചവടത്തെ ആശ്രയിച്ച് കഴിയുന്നവരാണ്. അവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത്, പ്രതിസന്ധിയാകുന്നത്. അവരുടെ കച്ചവടം നിലയ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് ആളുകൾ ഈ ലോട്ടറി വാങ്ങാത്ത സ്ഥിതിയുണ്ട്. മാത്രമല്ല അവർക്ക് ആവശ്യത്തിനുള്ള ലോട്ടറികൾ കിട്ടുന്നില്ല എന്നുള്ള പരാതി പോലും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഈ അനധികൃതമായിട്ട് ഈ ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളുകൾക്ക് ഈ സെറ്റ് ലോട്ടറികൾ പല ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഇതിലെടുത്തു പറയേണ്ടതാണ്. എന്തായാലും വലിയ തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള തെറ്റാണ് ഈ ഓൺലൈൻ ലോട്ടറി വ്യാപാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. എസ്കെൻ, ഓക്കെ, താങ്ക് യു. രാഹുൽ വിജയൻ. ട്രയോ എലീന പറയുന്നു, എസ്കെൻ താങ്കൾ നേരിട്ട് ഇടപെട്ട് യൂട്യൂബിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അപ്ലോഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ യൂട്യൂബിലുള്ള നമ്മുടെ ഈ പേ മോഡലിൽ ഫ്ലവേഴ്സ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിലാണ് വരുന്നത്, ഫ്ലവേഴ്സ് പ്രൈമിലാണ് നിങ്ങൾക്കത് ലഭിക്കുക. അപ്പോൾ പ്രവാസികളാണ്, അവർക്ക് വേണ്ടി ഇത് അപ്ലോഡ് ചെയ്യണമെന്നാണ്. പ്രവാസികൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫ്ലവേഴ്സ് TV യൂട്യൂബിൽ വരുന്ന ലൈവ് സ്ട്രീമിംഗ് നിങ്ങൾ കാണണം. അതിൽ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മാത്രമല്ല ഫ്ലവേഴ്സിൻ്റെ എല്ലാ പരിപാടികളും നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. കുറേ പ്രേക്ഷകർ ഞാൻ വന്നോന്ന് ചോദിക്കുന്നു. ചില ആൾക്കാർ ഗുഡ് ഈവനിങ് പറയുന്നു. വളരെ സന്തോഷം. കുറേ പ്രേക്ഷകർ ഇപ്പോൾ പുതിയതായി വന്നിട്ടുണ്ട് യൂട്യൂബിൽ. താങ്ക് യു.